മാവാം ദൈവമേ വരണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മാർച്ച് 28 ഇന്നത്തെ പ്രതിവചനം നമ്മൾ കേൾക്കുന്നത് ഇടയൻ ആട്ടിൻകൂട്ടത്തെ എന്ന പോലെ കർത്താവ് നമ്മെ പാലിക്കുമെന്നാണ്. ഒന്നാമത്തെ വായന എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 37 അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ ദൈവമായ കർത്താവ് പറയുന്നു, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ചിതറിപ്പോയ ഇസ്രായേൽ മക്കളെ ദൈവം ഒരുമിച്ച് കൂട്ടുമെന്നും ഒരു രാജാവ് അവരെ ഭരിക്കുമെന്നും ഉള്ള വാഗ്ദാനമാണ് ഒന്നാമത്തെ വായനയിൽ നമ്മൾ കേൾക്കുന്നത്. ഇസ്രായേൽ രാജ്യം വിഭജിക്കപ്പെട്ടിരുന്നു. ഇസ്രായേലെന്നും യൂദയ എന്നും പറഞ്ഞ് ദൈവം പറയുന്നു, അവർ ഒരുമിച്ച് ചേർക്കപ്പെട്ട് കഴിയുമ്പോൾ ഇനിയൊരു വിഗ്രഹാരാധന അവരുടെ ഇടയിൽ ഉണ്ടായിരിക്കില്ല. ആ ജനത്തെ ഞാൻ നിരന്തരമായിട്ട് കാത്തുപാലിക്കും. അവരെ ഒരു രാജാവ് ഭരിക്കും. ആ രാജാവിൻ്റെ കീഴിൽ അവർ സുരക്ഷിതരായിരിക്കുമെന്നാണ് ഒന്നാമത്തെ വായന നമ്മളെ പഠിപ്പിക്കുന്നത്. സുവിശേഷത്തിലേക്ക് നമ്മൾ വരുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 11 അധ്യായം 45 മുതൽ 56 വരെയുള്ള വാക്യങ്ങളിൽ പ്രധാന പുരോഹിതനായ കയ്യഫാസ് അദ്ദേഹത്തിൻ്റെ നിലപാടെന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ആകുലത എന്ന് പറയുന്നത്, യഹൂദജനം നശിക്കപ്പെടാനായിട്ട് പോകുന്നു. യഹൂദരുടെ സുരക്ഷയ്ക്ക് വേണ്ടി യേശുവിനെ കൊല്ലണം, അല്ലെങ്കിൽ റോമാക്കാർ നമ്മുടെ ജനത്തെ ചിതറിക്കുകയും നമ്മുടെ ആലയം നശിപ്പിക്കുകയും ചെയ്യുമെന്നുള്ള വല്ലാത്ത ഒരു ആകുലതയിലൂടെയാണ് പ്രധാന പുരോഹിതനായ കയ്യഫാസ് ഇന്നത്തെ സുവിശേഷത്തിൽ കടന്നു പോകുന്നത്. ദാനിയേലിൻ്റെ പുസ്തകം 9 അധ്യായം 26 വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, അഭിഷിക്തൻ അകാരണമായി കൊല ചെയ്യപ്പെടും. പിൻഗാമിയായ രാജാവിൻ്റെ ആളുകൾ നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കുമെന്ന ഒരു പ്രവചനമുണ്ട്. അഭിഷിക്തൻ വധിക്കപ്പെടുമെന്നുള്ളത്, ആ പ്രവചനം AD 33 ഈശോയുടെ കുരിശുമരണത്തോടു കൂടെ ആ പ്രവചനം പൂർത്തീകരിക്കപ്പെടുന്നു. വിശുദ്ധ ആലയവും വിശുദ്ധ മന്ദിരവും നശിപ്പിക്കപ്പെടുമെന്നുള്ള പ്രവചനം AD 70 നിവർത്തിക്കപ്പെടുകയാണ്. സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് ഒരു ഗൂഢാലോചനയാണ്. 2 രീതിയിൽ നമുക്കതിനെ വീക്ഷിക്കാം. ഈ ഒരു ഗൂഢാലോചന ഒന്ന് മാനുഷികമായ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ മത രാഷ്ട്രീയമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി ഈശോയെ കൊല്ലണം. അതാണ് അവിടെയുള്ള മനുഷ്യരുടെ ഒരു വീക്ഷണം എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ വക്താവെന്ന് പറയുന്നത് പ്രധാന പുരോഹിതനായ കയ്യഫാസാണ്. രണ്ടാമത്തെ ഒരു വീക്ഷണം എന്ന് പറയുന്നത് അതൊരു ദൈവികമായ വീക്ഷണമാണ്. ദൈവത്തിൻ്റെ വീക്ഷണത്തിൽ ലോകത്തിൻ്റെ പാപങ്ങൾ മോചിപ്പിക്കുവാനായി മനുഷ്യനായ ദൈവം തന്നെ ബലിയർപ്പിക്കണമെന്നുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 1 അധ്യായം 12 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, തന്നിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകുവാൻ അവിടുന്ന് വരം നൽകിയെന്നാണ് യോഹന്നാന്റെ സുവിശേഷം 1 അധ്യായം 12 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകാനുള്ള ഒരു വലിയ അനുഗ്രഹം ദൈവം കൊടുത്തിരിക്കുന്നുവെന്ന് ഓർമ്മപ്പെടുത്തുന്നു. പ്രതിവചന സങ്കീർത്തനത്തിലേക്ക് വീണ്ടും ഞാനൊന്ന് പോകട്ടെ. ഇടയൻ ആട്ടിൻകൂട്ടത്തെ എന്ന പോലെ കർത്താവ് നമ്മെ പരിപാലിക്കുമെന്ന്. ചിതറിക്കപ്പെട്ട എല്ലാ മനുഷ്യരെയും യേശുവിൻ്റെ കുരിശിൻ്റെ കീഴിലേക്ക്
അത് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്നും ആ കുരിശിലേക്ക് നോക്കുന്നവർ രക്ഷപ്പെടുമെന്നും മനുഷ്യരെല്ലാം ആ കുരിശിലേക്ക് ഒരുമിച്ച് ചേർക്കപ്പെടുമെന്ന ആ വലിയ ദൈവീകമായ രഹസ്യം നമ്മളിന്ന് ധ്യാനിക്കുകയാണ്. ഇന്ന ദിനത്തിൻ്റെ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.